നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്. വീട്ടിലെ വേസ്റ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡ്രെയിൻ പ്ലസ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ. അത് നമ്മൾ ആദ്യമായിട്ട് പ്രോഡ്രെയിൻ പ്ലസ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കണക്ട് ചെയ്ത സിങ്കിലോട്ട് എങ്ങനെയാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രോഡ്രെയിൻ പ്ലസ് കണക്ട് ചെയ്ത സിങ്കിൽ വാട്ടർ ടാപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യണം. ഇതിന് ശേഷം നമ്മുടെ ഫുഡ് വേസ്റ്റ് പ്രോഡ്രെയിൻ പ്ലസിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മളെ മെഷീൻ്റെ ഒരു ഗ്രൈൻഡിങ്ങിൻ്റെ സൗണ്ട് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഫുഡ് വേസ്റ്റ് ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടും നോർമലി വേസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ആ സൗണ്ടും രണ്ടായിരിക്കും. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യണ സമയത്ത് ആ ഗ്രൈൻഡിങ്ങിൻ്റെ സൗണ്ട് കൂടി വരും. അതായത് ഫുഡ് വേസ്റ്റ് നോർമലി അതിൻ്റെ അകത്ത് പുഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് സൗണ്ട് ഉണ്ടാവും. നമുക്ക് നോർമലി നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഫുൾ വേസ്റ്റ് ഫുള്ളും പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നോർമൽ സൗണ്ട് ആവില്ല. സൗണ്ട് കുറഞ്ഞ് ആ ഒരു ഗ്രൈൻഡിങ്ങിൻ്റെ സൗണ്ട് കുറഞ്ഞിട്ട് നോർമൽ സൗണ്ട് ആവും. അപ്പോഴത്തേക്കും നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാം. അതിന് ശേഷമായിരിക്കണം വാട്ടർ ഓഫ് ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റാണ് വാട്ടർ ഓഫ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ചിക്കൻ്റെ ബോൺസ്, ബീഫിൻ്റെ ആണെങ്കിലും മട്ടൻ്റെ ആണെങ്കിലും മുട്ടത്തുണ്ട്, ഉള്ളിത്തോല് എല്ലാം, അതായത് ഏറ്റവും സോഫ്റ്റായിട്ട് തുടങ്ങിയിട്ടുള്ള വേസ്റ്റ് മുതൽ ഏറ്റവും ഹാർഡായിട്ടുള്ള വേസ്റ്റ് വരെ നമുക്ക് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാം. ഇപ്പം നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസറിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡ് 5 സെക്കൻഡ് നേരത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാതിരുന്നാൽ, അതായത് അതിനൊന്ന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ അപ്പം തന്നെ ഇത് കട്ട് ഓഫ് ആകും. അപ്പം കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു ഓവർലോഡ് സ്വിച്ച് ഉണ്ട്. അതായത് നമ്മുടെ മോഡലിൻ്റെ പേര് എഴുതിയിരിക്കുന്ന നേരെ താഴെയായിട്ടാണ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് വരുന്നത്. ഇതൊരു റെഡ് കളറിലുള്ളതാണ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാതിരുന്നാൽ നമ്മുടെ മെഷീൻ അപ്പം തന്നെ കട്ട് ഓഫ് ആകും. ഈ ഓവർലോഡ് സ്വിച്ച് പുറത്തോട്ട് വരും. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെഷീൻ ഓഫ് ചെയ്യുക. ഈ സമയത്ത് മെഷീൻ ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബ്ലേഡ്, ഈ കാണുന്ന ആ ബ്ലേഡ് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഓവർലോഡ് സ്വിച്ച് പ്രസ് ചെയ്തിട്ട് രണ്ടാമതോ ഓൺ ചെയ്യുകയാണെങ്കിൽ മെഷീൻ വർക്കിംഗ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം വെള്ളം തുറന്നിട്ട് മെഷീൻ ഓൺ ചെയ്ത ശേഷമായിരിക്കും വേസ്റ്റ് ഇടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ബ്ലേഡ് ഈ വേസ്റ്റിനെ ഗ്രൈൻഡ് ചെയ്ത് വെള്ളത്തിൻ്റെ കൂടെ ജ്യൂസ് ഫോമിലാക്കിയാണ് പോകുന്നത്. അപ്പം അത്രയും ഫൈനായിട്ട് ജ്യൂസായിട്ട് 0.3 mm താഴെയായിട്ടാണ് ഇതിൻ്റെ ഗ്രൈൻഡിങ് പാർട്ടിക്കിൾസ് പോകുന്നത്. അപ്പോൾ അത്രയും താഴ്ന്നായിട്ട് പോകുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ആകുന്നത്. നേരെ ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റ് ടാങ്കിലോട്ടാണ്. അപ്പോൾ വേസ്റ്റ് ടാങ്കിലോട്ട് പോയിട്ട് ഇത് അവിടെ കിടന്ന് ഡീകമ്പോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതാത് ദിവസത്തെ വേസ്റ്റ് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോൾ സെറ്റിന് വാറണ്ടി പറയുന്നത് 2 വർഷത്തേക്കാണ്. ബ്ലേഡിന് മാത്രം 10 വർഷത്തേക്കാണ് വാറണ്ടി പറയുന്നത്. അപ്പം ഒരു കമ്പനിയും ഇതുവരെയും ഗ്രൈൻഡിങ് വീലിന് 10 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നില്ല. നമ്മളാണ് 10 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നത്. നമ്മളെ ടെക്നിക്കൽ സപ്പോർട്ട് എന്തായാലും 24 hours ഉണ്ട് ടെക്നിക്കൽ സപ്പോർട്ട്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അത് ത്രൂ ഫോണിലൂടെ ആണെങ്കിലും ഡയറക്റ്റ് ഓൺ സൈറ്റിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. നമ്മളിത് ഡീകമ്പോസ് ചെയ്യുന്ന വേസ്റ്റ് ആണല്ലോ, ഫുഡ് വേസ്റ്റ് ആണല്ലോ മെയിൻലി. അപ്പോൾ ഇത് നമ്മുടെ ടാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മണ്ണിനോട് ചേർന്നാണ് പോകുന്നത്. എന്ത് പറഞ്ഞാലും നമ്മുടെ ഫുഡ് വേസ്റ്റും ഇത് എന്താ പറയുക, ബാക്ടീരിയ ഫോർമേഷനൊക്കെ ഉണ്ടായിട്ട് ഫുഡ് വേസ്റ്റ് നമ്മുടെ മണ്ണിനോട് ചേർന്ന് പോകും. അപ്പോൾ ഒരു കാരണവശാലും ടാങ്ക് നിറയുമെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സെപ്പറേറ്റ് പുറത്ത് ഇതിനെ ഒരു വാൽവ് വഴി കണക്ട് ചെയ്യുകയാണ്. വേസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ആ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഫുഡ് വേസ്റ്റ് ഉള്ള സമയത്ത് അത് കളക്ട് ചെയ്യാം. ഇല്ലാത്ത സമയത്ത് നമുക്ക് വാൽവ് ക്ലോസ് ചെയ്യാം. നോർമൽ എങ്ങനെയാണോ ഒരു സിങ്ക് യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ചെടികൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ള കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം കൂടി അതിന് ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വളമായി ചെടികളുടെ ആവശ്യത്തിന് വെള്ളമായി. നമ്മുടെ മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 0.75 HP മോട്ടറാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അലോയ് ആണ്. നമ്മുടെ മെഷീൻ്റെ ഫോൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷവും
ബ്ലേഡിൻ്റെത് 10 വർഷത്തേക്കാണ്. ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് വരുന്നത് 4200 RPM ആണ്. അപ്പം നമ്മുടെ മെഷീനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്യാം. താഴത്തെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.